ദൈവത്തിന് സ്തോത്രം. എല്ലാ സഹോദരങ്ങൾക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, നമ്മളെ അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്ന് ഒരു പഠനത്തിൻ്റെ 4-ാമത്തെ പാർട്ടാണ് ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ വചനങ്ങളൊക്കെയും വളരെ ശ്രദ്ധയോടെ നമ്മൾ കേട്ട് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനും അതനുസരിച്ച് ജീവിതത്തിൽ അനുസരണത്തിൽ കൊണ്ടുവരുവാനും തക്കവണ്ണം ദൈവാത്മാവ് നമ്മളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥനയോടെ നമുക്ക് ഈ പഠനത്തിലേക്ക് പ്രവേശിക്കാം. പെന്തക്കോസ്തിൻ്റെ ചരിത്രമൊക്കെ നമ്മൾ വായിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലാണ്. പെന്തക്കോസ്ത് ഒരു ചരിത്ര സംഭവമാണ്. പരിശുദ്ധാത്മാവ് ഒരു പുതിയ ആലയത്തിൽ വന്ന് വസിക്കുന്ന ഒരു സംഭവം. അപ്പോൾ പഴയ നിയമത്തിൽ കർത്താവ് ആദ്യം കൽപ്പിച്ചത് മോശയോട് ഒരു സമാഗമന കൂടാരം ഉണ്ടാക്കാനാണ്. അവിടേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്നു, നമ്മളത് വായിക്കുന്നു. പിന്നീട് അടുത്തത് ശലോമോനോട് ആലയം ഉണ്ടാക്കാൻ പറഞ്ഞു. ദൈവസാന്നിധ്യം അവിടെയും ഇറങ്ങി വന്നു, നമുക്കത് കാണാം. ഇപ്പോഴത്തെ ആലയം ദൈവസഭയാണ്. 1 തിമോത്തിയോസ് 3:15 വാക്യം നമ്മൾ വായിക്കാം. സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇതെഴുതുന്നു. അപ്പോൾ താമസിച്ചു പോയാലോ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയത്തിൽ. അപ്പോൾ ഇന്ന് ആലയം ദൈവസഭയാണെന്ന് ഈ വചനം നമ്മൾ പറയുന്നു. അപ്പോൾ ഇവിടെയും ദൈവം ഇറങ്ങി വരേണ്ടേ? വീണ്ടും 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ വായിക്കാം. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകളെന്ന പോലെ ആത്മിക ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിനെ പണിയപ്പെടുന്നു. ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗൃഹമായി. അപ്പോൾ ഒരു ഗൃഹമായി നമ്മളും പണിയപ്പെടുന്നു എന്നാണ് നമ്മളിവിടെ കാണുന്നത്. വീണ്ടും എഫേസ്യർ 2:20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. അപ്പോൾ സഭ ഒരു കെട്ടിടമാണ്, അല്ലെങ്കിൽ ഒരു മന്ദിരമാണ് നമ്മളിവിടെ കാണുന്നു. ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ഒന്നിച്ച് പണിതു വരുന്നു. നമ്മളെയും ഓരോരുത്തരെയും അതിനകത്ത് ചേർത്ത് ഓരോ കല്ലുകളാക്കി ചേർത്തുകൊണ്ട് പണിതു വരുന്നു എന്നാണ് നമ്മൾ കണ്ടത്. ഈ കെട്ടിടത്തിൽ ദൈവസാന്നിധ്യം ഇറങ്ങി വരണം. പെന്തക്കോസ്ത് നാളിൽ നടന്ന യഥാർത്ഥ അത്ഭുതം നമ്മെ തന്നെ ഒരു ആത്മീക ഗൃഹമാക്കുകയായിരുന്നു. മോശയുടെ സമാഗമന കൂടാരം പോലെയോ അല്ലെ ശലോമോൻ്റെ ആലയം പോലെയോ അല്ല. പിന്നെ യേശു വന്ന് കൈപ്പണിയല്ലാത്ത തികവുള്ള ഒരാലയം പണിയുകയാണ്. ഇതിൽ എത്ര പേർക്ക് വേണമെങ്കിലും കയറാം. പെന്തക്കോസ്ത് നാളിൽ നമുക്കറിയാം 120 പേര് കൂടി വന്നിരുന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം 3000 പേർ മാനസാന്തരപ്പെട്ടു. അവർ സ്നാനമേറ്റ് സഭയോട് ചേർന്നു. അപ്പോൾ ആ സമൂഹത്തിൽ ദൈവസാന്നിധ്യം ഇറങ്ങി വന്ന സംഭവമാണ് പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ചത്. അപ്പോൾ അത് സഭയുടെ ഒരു ഉദ്ഘാടനമായിരുന്നു എന്ന് തന്നെ നമുക്ക് ചിന്തിക്കാം. അപ്പോസ്തല പ്രവൃത്തി നമ്മൾ കാണുന്നത് പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തിയുടെ മേലും പതിഞ്ഞു. അഗ്നിനാവുകൾ പോലെ വിളർന്നിരിക്കുന്ന നാവുകൾ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു എന്നാണ് കാണുന്നത്. അപ്പോൾ സഭയും ആലയമാണ്, ഓരോ വ്യക്തിയും ആലയമാണ്. യോഹന്നാൻ 14-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാൻ 14:17. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിനവനെ ലഭിക്കുവാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിലിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവനെ അറിയുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിലാണ് നമ്മളിലിരിക്കുകയും നമ്മളിൽ വസിക്കുകയും ചെയ്യുന്നു എന്നാണ് വായിക്കുന്നത്. നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവാണ് നമുക്ക്
ഇതിനെല്ലാം നമ്മളെ സഹായിക്കുന്നത് ദൈവത്തെ അറിയുവാനും. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. 1 കൊരിന്ത്യർ 6:19. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. അപ്പോൾ ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ, ദൈവം തന്ന ദാനമായ പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാകുന്നു നമ്മുടെ ഓരോ വിശ്വാസികളുടെ ശരീരം. നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് താന്താങ്ങൾക്കുള്ളവരല്ല, ദൈവത്തിൻ്റെ വകയാണ് എന്നാണ് ഈ ദൈവവചനം നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഞാൻ മന്ദിരമാണെങ്കിൽ എന്നിൽ ഈ വ്യക്തിപരമായ നിറവ് അനുഭവിക്കണം. ഇരട്ട നിറവാണ് ഇവിടെ ലഭിക്കുന്നത്. ഒന്ന്, അഭിഷേകം ഓരോ വ്യക്തിയും അനുഭവിക്കണം. പിന്നെ സഭയും റോമർ 8:9 പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അപ്പോൾ അഭിഷേകം ഓരോ വ്യക്തിയുടെ മേലും നിറഞ്ഞില്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല എന്നാണ് ദൈവവചനം പറയുന്നത്. അപ്പോൾ ക്രിസ്തു നമ്മളിൽ എങ്ങനെ വസിക്കാൻ കഴിയും? പരിശുദ്ധാത്മാവിലൂടെയാണ്. എൻ്റെ ആത്മാവിലേക്ക് പരിശുദ്ധാത്മാവായിട്ടാണ് കടന്നു വരുന്നത്. ആത്മാവിന് മാത്രമേ നമ്മുടെ ആത്മാവിലേക്ക് കടന്നു വരാൻ കഴിയൂ. അപ്പോൾ പരിശുദ്ധാത്മാവിലൂടെയാണ് ക്രിസ്തു എന്നിൽ വസിക്കുന്നത്. സഭയാകുന്ന ആലയത്തെയും ആ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ നിറച്ചു, എന്നെയും നിറച്ചു, ഓരോ വ്യക്തികളെയും നിറച്ചു. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ച ഒരു ദൗത്യം നിർവഹിച്ചതിന് ശേഷം മടങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ ഇപ്പോൾ പുതിയ നിയമത്തിൽ എന്നേക്കും നമ്മളോടുകൂടി ഇരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവിനെ അയച്ചു തന്നിരിക്കുകയാണ്. വീണ്ടും നമ്മൾ പെന്തക്കോസ്ത് നാളിൽ അവർ സംസാരിച്ച ഭാഷ കുറിച്ചൊക്കെ നമുക്കറിയാം. അന്യഭാഷയിൽ സംസാരിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അത് അതർ ടങ്ങാണ്. അവർ സംസാരിച്ചത് അന്യഭാഷ, മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന, അതായത് നോൺ ലാംഗ്വേജ് ആയിരുന്നു. അത് ഞാൻ വീണ്ടും വായിക്കുന്നില്ല, നമുക്കതറിയാവുന്ന കാര്യങ്ങളാണല്ലോ. മറ്റ് ദേശങ്ങളിൽ നിന്നൊക്കെയും വന്ന മറ്റു ഭാഷക്കാരൊക്കെയും അവരുടെ സംസാരം കേട്ട് അവരൊക്കെയും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി തീർന്നല്ലോ. പിന്നീട് അന്യഭാഷയൊക്കെ വന്നതിന് ശേഷം സംഭവിക്കുന്ന, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതിന് ശേഷം ഉണ്ടാകുന്ന ഏറ്റവും വലിയ കാര്യം പത്രോസിൻ്റെ പ്രസംഗവും സഭയുടെ ജനനവുമാണ്. അപ്പോസ്തലന്മാർ ആദ്യമായി പ്രസംഗിക്കുന്നത് അവർ ഏറ്റെടുത്തിരിക്കുകയാണ്. എപ്പോൾ? ഈ ശക്തി വന്നതിന് ശേഷം. ആത്മശക്തിയാൽ അഭിഷേകം ലഭിച്ചപ്പോൾ അവരുടെ നാവുകൾ ആദ്യം അന്യഭാഷയിൽ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവർക്ക് സംസാരിക്കാനുള്ള പേടി മാറിയത്. അപ്പോൾ പ്രവചന പുസ്തകങ്ങളിൽ നിന്ന് ഉദ്ധരണി പറഞ്ഞുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ ഇവിടെ പ്രസംഗം ആരംഭിക്കുന്നത്. വളരെ ശക്തിയോടെ, ധൈര്യത്തോടെ നിന്നുകൊണ്ട് പ്രസംഗിക്കുകയാണ്. അത് 17-ാം വാക്യം മുതൽ കാണുന്നുണ്ട്. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേൽ എൻ്റെ ആത്മാവിനെ പകരും. ഇപ്രകാരം യോവേൽ പ്രവചനത്തിൽ നിന്നും ആരംഭിക്കുന്നുണ്ടെങ്കിലും അത് കൂടുതൽ സമയമൊന്നും ഈ പഴയ നിയമത്തിലെ കാര്യങ്ങൾ സംസാരിച്ച് കൊണ്ടുപോകുന്നില്ല. അതായത് ഓഡിയൻസിൻ്റെ ശ്രദ്ധയൊന്ന് ആകർഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തുടങ്ങിയതാണ്. പെട്ടെന്ന് തന്നെ തൻ്റെ ഫോക്കസ് യേശുവിലേക്കാണ് തിരിയുന്നത്. വാക്യം 22 മുതൽ 24 വരെ നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് ദൈവം എന്ന വാക്ക് പല പ്രാവശ്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാനിപ്പോൾ വായിക്കാം. 22 അപ്പോസ്തലപ്രവൃത്തി 2:22 മുതൽ 24 വരെ. ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസറായനായ യേശുവിനെ ദൈവം തൻ്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങളവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. അപ്പോൾ നമ്മളിവിടെ എത്ര പ്രാവശ്യമാണ് ദൈവം എന്ന വാക്ക് ഇവിടെ പത്രോസ് പറയും നമ്മൾ കേൾക്കുന്നത്. എന്നാൽ ഇതൊക്കെ സംഭവിച്ചിട്ട് നിങ്ങൾക്ക് ഈ കാര്യമൊന്നും മനസ്സിലായില്ല എന്ന് യഹൂദന്മാരോട് പറയുകയാണ്. നിങ്ങൾ കർത്താവായ യേശുവിനെ ക്രൂശിൽ തറച്ചു കൊന്നു. പിന്നെ യേശുവിനെ പറ്റി പറയുന്നു, ദൈവത്തിൻ്റെ പദ്ധതികൾ. യേശുവിനോടുള്ള ബന്ധത്തിലും ഈ പരിശുദ്ധാത്മാവിനെ അയച്ചതിൻ്റെ ഉദ്ദേശവുമാണ് പത്രോസ് പിന്നെ പറയുന്നത്. ദൈവത്തിൻ്റെ പദ്ധതികൾ.
എന്തൊക്കെയാണെന്ന് പത്രോസ് പ്രസംഗത്തിൽ കൂടെ വ്യക്തമാക്കുകയാണ്. 36 വാക്യം, വാക്യം 36. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹം ഒക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ പത്രോസിന് ഈ കാര്യത്തിൽ നല്ല ഉറപ്പാണ്, ഒരു ധൈര്യവുമില്ല. അവരോട് പറയുകയാണ്, പേടിയുമില്ല. യഹൂദന്മാരാണല്ലോ ക്രിസ്തുവിനെ ക്രൂശിച്ചത്. ഇവരെ പേടിച്ചാണ് അവർ അവിടെ ശിഷ്യന്മാരിരുന്നത്. തങ്ങളെയും അവർ ഉപദ്രവിക്കുമെന്ന് ഭയപ്പെട്ട്. എന്നാൽ ആ ഭയമെല്ലാം മാറി ധൈര്യത്തോടെ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ ക്രൂശിച്ച, ആകയാൽ നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. അത് കേട്ടപ്പോഴാണ് അവരുടെ ഹൃദയത്തിൽ കുത്തുകൊള്ളുന്നത്. 37 വാക്യം വായിക്കാം. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. അപ്പോൾ പത്രോസ് അവർക്ക് മറുപടി കൊടുക്കുന്നത് 38 വാക്യത്തിൽ. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. 39 വാക്യം പറയുന്നത്, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വാഗ്ദത്തം നമ്മൾ മനസ്സിലാക്കണം, യഹൂദന്മാർക്ക് മാത്രമല്ല, ഈ വാഗ്ദത്തം ദൂരസ്ഥന്മാരായ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. ഇന്ന് ചിലരൊക്കെയും ദുരുപദേശം പഠിപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ സംഭവങ്ങളൊക്കെയും യഹൂദന്മാർക്ക് മാത്രമുള്ളതായിരുന്നു, അത് ജാതികൾക്കുള്ളതല്ല എന്നൊക്കെ. എന്നാൽ ഇവിടെ എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത്, നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പത്രോസോട് പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറ്റണം. അത് കേട്ടപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം അവിടെ സംഭവിക്കുകയാണ്. 3000 പേർ അതിനോട് പ്രതികരിക്കുവാനും സ്വീകരിക്കുവാനും തയ്യാറായി നമ്മൾ കാണുന്നുണ്ട്. അതാണ് നമ്മൾ ഈ വചനങ്ങൾ മുഴുവൻ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 41 വാക്യത്തിൽ, അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു, അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അപ്പോൾ 3000 പേർ ഇതിനോട് പ്രതികരിച്ചു. 120 പേരോട് ചേർന്ന് സഭ ജനിക്കുവാൻ ഇടയായിത്തീർന്നു. ഇതാണ് സഭയുടെ ഉദ്ഘാടനം. കർത്താവിൻ്റെ സഭയുടെ, അതായത് കർത്താവ് വന്ന് വസിക്കുന്ന സഭയുടെ, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന സഭയുടെ ഉദ്ഘാടനം ഇതാണ്. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജീവനുള്ള കല്ലുകളെ ഓരോന്നോരോന്ന് ചേർത്ത് പണിതുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പണി പൂർത്തിയായിരിക്കുമ്പോൾ കർത്താവ് വരും. സഭയെന്ന് പറയുമ്പോൾ ഗ്രീക്കിലെ എക്ലീസിയ എന്നുള്ള പദമാണല്ലോ. അതിൻ്റെ അർത്ഥം വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമെന്നാണ്. കോൾഡ് ഔട്ട് പീപ്പിൾ. എവിടെ നിന്നാണ് വിളിച്ച് എവിടെ നിന്നാണ് രക്ഷിക്കപ്പെടേണ്ടത്? 40 വാക്യം. മറ്റ് പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞവരെ പ്രബോധിപ്പിച്ചു, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. അപ്പോൾ രക്ഷിക്കപ്പെടേണ്ടത് ഈ വക്രതയുള്ള തലമുറയിൽ നിന്നാണ്. പാപപങ്കിലമായ ഈ തലമുറയിൽ നിന്ന് പുറത്തു വരാനാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. അതൊരു ഗ്രൂപ്പ് ജനം, വക്രതയുള്ള തലമുറ. കർത്താവിൽ വിശ്വസിച്ച് അവനെ യജമാനായി സ്വീകരിച്ചു എന്നവരുടെ കൂട്ടത്തിന് സഭയെന്ന് പറയുന്നു. അത് വേറൊരു ഗ്രൂപ്പ്. അതാണ് ഈ വക്രതയുള്ള തലമുറയിൽ നിന്നും വേർതിരിക്കപ്പെട്ട കൂട്ടം. 1ഉം 2ഉം ഈ അപ്പോസ്തലപ്രവൃത്തി 1ഉം 2ഉം അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത് 5 കാര്യങ്ങൾ കാണാം. 1, പ്രോമിസ്, പ്രേയർ, പെന്തക്കോസ്റ്റ്, പവർ, പ്രീച്ചിങ്. പത്രോസായിരുന്നു ഇതിൻ്റെ എല്ലാം, ഈ പ്രീച്ചിങ്ങിൻ്റെ ഒക്കെ നായകൻ. ഒന്നാമതായിട്ട് പ്രോമിസ് ഉണ്ടായിരുന്നു. ദൈവത്തിൽ നിന്നൊരു വാഗ്ദത്തം ഉണ്ടായിരുന്നു. നിങ്ങൾ കാത്തിരിക്കണം, പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം എന്ന് പറഞ്ഞു. പ്രേയർ, അവർ കാത്തിരുന്ന് പ്രാർത്ഥിച്ചു. പിന്നാലെ പെന്തക്കോസ്റ്റ് നാൾ വന്നു. അതിൻ്റെ പിന്നാലെ പവർ, ശക്തി വ്യാപരിച്ചു. പിന്നെ പ്രീച്ചിങ്, തുടർന്ന് പ്രസംഗിച്ചത് പത്രോസാണ്. അദ്ദേഹമാണ് സഭയുടെ യഹൂദന്മാരുടെ ഇടയിലുള്ള ആ സുവിശേഷത്തിനുള്ള നേതൃത്വം എല്ലാം കൊടുത്തത്. ജാതികളുടെ ഇടയിലും സഭ ആരംഭിക്കുവാൻ ഉദ്ഘാടനം ചെയ്തത് പത്രോസ് തന്നെയാണ്. പത്രോസിനെയാണല്ലോ ദൈവം
കാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്നത്. സഭയുടെ കാര്യങ്ങളൊക്കെയും ദൈവം ഏൽപ്പിച്ചിരുന്നത് പത്രോസിനെ ആയിരുന്നല്ലോ. അങ്ങനെ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 41 മുതൽ 47 വരെയുള്ള വാക്യങ്ങളിലും നമ്മൾ 4 കാര്യങ്ങൾ കാണുന്നുണ്ട്. 41 മുതൽ 47 വരെ. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. എല്ലാവർക്കും ഭയമായി. അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്നെണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനംപ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ അവിടെ നടന്ന കാര്യങ്ങളെ 4 കാര്യങ്ങൾ: ടീച്ചിങ്, ഫെലോഷിപ്പ്, ബ്രേക്കിംഗ് ഓഫ് ബ്രെഡ്, പ്രെയർ. ഈ 4 കാര്യങ്ങളാണ് നടന്നത്. 43-ാം വാക്യത്തിൽ സംഭവിക്കുന്നത് എല്ലാവർക്കും ഭയമായി. 42-ാം വാക്യത്തിൽ അവർ ഈ ചേർന്ന സഭയിൽ ചെയ്തിരുന്ന കാര്യങ്ങൾ, ഈ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അവർ ചെയ്തിരുന്നത്. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. ഇന്നും സഭകളിൽ നടക്കേണ്ട 4 കാര്യങ്ങൾ, തീർച്ചയായിട്ടും നടക്കേണ്ട, സഭാ കൂടിവരവുകളിൽ നടക്കേണ്ട 4 കാര്യങ്ങൾ ഇത് തന്നെയാണ്. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അത് ബൈബിളിനകത്താണ് അപ്പോസ്തലന്മാരുടെ ഉപദേശം ഉള്ളത്. കൂട്ടായ്മ ആചരിച്ചു, ഫെലോഷിപ്പ്, മറ്റുള്ള എല്ലാവരും ചേർന്ന് ഒന്നിച്ച് ചേർന്നൊരു സഭയായിട്ട് കൂടി വന്ന് കൂട്ടായ്മ ആചരിക്കുക. പിന്നെ അപ്പം നുറുക്കി, ബ്രേക്കിംഗ് ഓഫ് ബ്രെഡ്, കർത്താവിൻ്റെ വരവിൻ്റെ ഓർമ്മയ്ക്കായിട്ടുള്ള ശുശ്രൂഷ ചെയ്തു. പിന്നെ പ്രാർത്ഥന. ഈ 4 കാര്യങ്ങൾ സഭാ കൂടിവരവുകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളാണെന്നാണ് അവിടെ അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ. ഇതായിരുന്നു ആദിമസഭയിൽ. 43-ാം വാക്യത്തിൽ എല്ലാവർക്കും ഭയമായി. അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. പിന്നീട് നടന്ന ഒന്നാമത്തെ കാര്യം, ഈ 4 കാര്യങ്ങൾ നടന്നതിൽ നമ്മളിപ്പോൾ കണ്ടല്ലോ. അതിൻ്റെ 2-മത്തെയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. 45-ാമത്തെ വാക്യത്തിൽ ഒരുമിച്ചിരുന്നു. 45 അവർ പൊതുവക എന്നുണ്ടെങ്കിൽ ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവൻ ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ഒരുമിച്ചിരുന്നു, വൺ അക്കോർഡ്. പിന്നെ അവർ ഉല്ലാസം പൂണ്ടു. 46-ാം വാക്യത്തിൽ ദിനംപ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട്. അവർക്ക് വളരെ സന്തോഷത്തോടെ തന്നെ അവർ റിജോയ്സിങ് ആയിരുന്നു. പിന്നെ 47 അവർ ദൈവത്തെ സ്തുതിച്ചു, ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും. അപ്പോൾ അങ്ങനെ കർത്താവിനെ അവർ സ്തുതിച്ചു. ഈ കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത്. അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. ഒരുമനപ്പെട്ടിരുന്ന് ദൈവത്തെ ആരാധിച്ചു. പിന്നെ അവർക്ക് വളരെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിച്ചു. 47-ാമത്തെ വാക്യത്തിൽ അവർ ദൈവത്തെ സ്തുതിച്ചു. അതാണ് ആദിമസഭയിലെ ആരാധനയിൽ സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്താണ് നടക്കുന്നത്? രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ അവർക്കൊരു കൃത്യതയും നിഷ്ഠയുണ്ടായിരുന്നു ഈ സഭയ്ക്ക്. ഇന്നത്തെ സഭകൾക്ക് ഇതൊക്കെയും മാതൃകയാക്കേണ്ട കാര്യങ്ങളാണ്. ഇതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ആദിമസഭയിൽ ആദിമസഭയാണ് നമ്മുടെ മാതൃകാ സഭ. അതുകൊണ്ട് നമ്മുടെ പാരമ്പര്യം അന്ന് മുതൽ തുടങ്ങുന്നതാണ്. കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയുടെ പാരമ്പര്യം ഈ ആദിമ നൂറ്റാണ്ടിലെ 1-ാമത്തെ സഭയിൽ ആകുന്ന പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ആദ്യമായിട്ട് ഇറങ്ങി വന്ന് ഓരോരുത്തരുടെ പതിഞ്ഞ് സഭയിലേക്ക് ദൈവസാന്നിധ്യം ഇറങ്ങി വന്ന ആ സഭയാണ് നമ്മളിന്നും അതേ കൂട്ടായ്മയാണ് വേർപെട്ട ജനം ആചരിക്കേണ്ടത്. അതാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഈ 2-ാമത്തെ അധ്യായം വരെയുള്ള കാര്യത്തിൽ ദൈവാത്മാവ് നമ്മളെ അറിയിച്ചു തന്നിരിക്കുന്നത്. ഇതൊക്കെയും വീണ്ടും നമ്മുടെ ഹൃദയപൂർവ്വം ഈ വേദഭാഗങ്ങൾ വായിച്ച് ആത്മാവിൽ ദൈവത്തിൽ നിന്ന് അത് പ്രാപിക്കുകയും കർത്താവിൻ്റെ ഹിതപ്രകാരം നമ്മുടെ കൂട്ടായ്മകളും ആരാധനകളൊക്കെയും ദൈവനാമ മഹത്വത്തിനായി തീരുവാനും നമ്മുടെ ആലയത്തിൽ ദൈവസാന്നിധ്യം ഇറങ്ങി വരുന്ന അനുഭവം നമ്മൾ ഓരോരുത്തരിലും പരിശുദ്ധാത്മാവ് പുതുക്കുന്ന ആ അഭിഷേകം ദിനംതോറും ആ പുതുക്കുന്നൊരു അനുഭവത്തോടുകൂടി തന്നെ ജീവിക്കുകയും ചെയ്യുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.